Yes. It starts. Yes. അപ്പോൾ നമ്മൾ പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ. ഓക്കെ. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ് ഗിവൺ സെന്റൻസ് എങ്കിൽ ഒബ്ജക്റ്റ് കണ്ടുപിടിച്ച് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിച്ചു. ഗിവൺ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് കണ്ടുപിടിച്ച് വാസ് അല്ലെങ്കിൽ വേറെ എഴുതി പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എഴുതി. അങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കിയത്. ഇത് നമുക്ക് അടുത്ത ഒരു സെന്റൻസ് ഞാൻ പറയും. അടുത്ത ടെൻസ്, ആ ടെൻസിലുള്ള സെന്റൻസുകളെ എങ്ങനെയാണ് മാറ്റുന്നത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ. ചോദ്യം ഇതാണ്, ദേ വിൽ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ. അപ്പോ ഈ വാചകം ദേ വിൽ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന വാചകം ഏത് നമ്മൾ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള ടെൻസ് ഏതിന്റെ കീഴിലാണ് വരുന്നത്? ദേ വിൽ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും പറയാമോ? ദേ വിൽ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ. ഓക്കെ, മഞ്ജു പറഞ്ഞ കറക്റ്റ് ആണ്. ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ പോലെ അത് സ്പെസിഫൈ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇടാം. കാരണം ഫ്യൂച്ചർ നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവാം. അപ്പൊ അങ്ങനെയൊക്കെ വരാവുന്നതുകൊണ്ട് അത് സ്പെസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ദാറ്റ് ഈസ് സിമ്പിൾ ഫ്യൂച്ചർ. അത് സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് പറയാം. യെസ്. അങ്ങനെ ഗിവൺ സെന്റൻസ് സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് നമ്മൾ എഴുതുന്നു. നമ്മൾ പറഞ്ഞു ദേ വിൽ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ. ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഓബ്ജക്റ്റ് നമ്മൾ ആദ്യം എഴുതുക. ഓബ്ജക്റ്റ് കഴിഞ്ഞു. ഓബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വില്ല് അല്ലെങ്കിൽ ഷാൽ. ഓബ്ജക്റ്റിന് ശേഷം ഒന്നുകിൽ വില്ല് അല്ലെങ്കിൽ ഷാൽ. അത് കഴിഞ്ഞതിന് ശേഷം ബി, ബിഇ, ബി ചേർക്കും. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഒന്നുകൂടി പറയാം. ഓബ്ജക്റ്റ് എഴുതി, വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതി, പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുന്നു. ഇതാണ് നമ്മൾ പറയുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ. ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. ഇത് നമ്മൾ നോക്കി. ദേ വിൽ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ എന്നാണ് പറഞ്ഞത്. ദേ വിൽ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ. അവര് ഒരു കപ്പ് ചായ കുടിക്കും. എന്ത് കുടിക്കും? എ കപ്പ് ഓഫ് ടീ. അതാണ് ഓബ്ജക്റ്റ്. അത് നമ്മൾ ആദ്യം എഴുതി. എ കപ്പ് ഓഫ് ടീ. വിൽ ബി, വിൽ എഴുതി, പിന്നെ ബി ചേർത്ത്, വിൽ ബി. ഇനി ഡ്രിങ്ക് എന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെ ഫോം ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് എന്താണ്? ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. DRENK. ഓക്കെ, നമ്പർ കറക്റ്റ് ആണ്. അപ്പൊ എ കപ്പ് ഓഫ് ടീ വിൽ ബി ഡ്രങ്ക് ബൈ ദം. ഇതാണ് എന്റെ ആൻസർ. എ കപ്പ് ഓഫ് ടീ വിൽ ബി ഡ്രങ്ക് ബൈ ദം. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ആണ് ഗിവൺ സെന്റൻസ് എങ്കിൽ ഒബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ബി, പിന്നെ വെർബ് അതിന്റെ കൂടെ അതിന്റെ മൂന്നാമത്തെ. ഓക്കെ, ഞാൻ ഒന്നിടിച്ച് വാചകങ്ങൾ പറയാം, നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന നോക്കാം. They will visit us, visit, VISIT, visit us after a week. They will visit us after a week.
യെസ്, ഇത് നമ്മിട്ട് നോക്കി. They will visit us after a week. They will visit us after a week. Okay, correct ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട, അനുമോളെ കറക്റ്റ് ആണ്. യെസ്, അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ ഒന്നുകൂടി വായിക്കാം. They will visit us after a week. ഒരാഴ്ചയ്ക്ക് ശേഷം അവർ ഞങ്ങളെ സന്ദർശിക്കും. എന്ത് സന്ദർശിക്കും? There is no answer. ആരെ സന്ദർശിക്കും? ആൻസർ ഉണ്ട്, ഞങ്ങളെ. അപ്പോ ഞങ്ങളെ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്, അത് നമ്മൾ എഴുതുകയാണ്. അപ്പൊ അസ് എന്നുള്ള ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വന്ന് മാറി കഴിയുമ്പോൾ വി എന്ന് മാറ്റി. വി ഷാൽ ബി അല്ലെങ്കിൽ വി വിൽ ബി വിസിറ്റഡ്, VISITED, visited after a week by them. We shall be visited or we will be visited after a week by them. അടുത്തത് they will know, KNOW, know the result, RESULT, result in a month, MONTH, month. ഒരോടെ ഇരിക്കും. I shall tell you, I shall tell you a story. I shall tell you a story. ഒന്നോടെ പറയാം. The court, COURT, the court will take up the case, CASE, case soon, SOON, soon. The court will take up the case soon.
Okay, നിങ്ങളെ ശൃംഗ ഓക്കെ അജുമല ശൃംഗ യെസ് ലക്ഷ്മി മോഹൻ Sir, ആദ്യത്തെ ചോദ്യം വായിച്ചേ they will know the result in a month. They will know the result in a month. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ വരുമ്പോ എന്തറിയും റിസൾട്ട് അറിയും in a month. അപ്പോ the result will be known, K-N-O-W-N, അതാണ് അതിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. The result will be known in a month by അങ്ങനെയല്ലേ ലക്ഷ്മി കേൾക്കണേ? അതെ അതെ. Yes, very good. Yes. അനുശാന്തി അനുമോൾക്ക് ഓക്കെ. അനുശാന്തി യെസ്. അനുമോൾക്ക് രണ്ടാമത്തെ വായിക്കും. രണ്ടാമത്തെ ചോദ്യം. A story will be told to you by me. Okay. I shall tell you a story. And the answer is a story will be told to you by me. I shall tell you, sorry. A story will be told to you by me. Okay. Afila. Yes, Manju. മൂന്നാം അടുത്ത വായിക്കും ക്വസ്റ്റ്യൻ. They will know. Question വായിച്ചു ആദ്യം. Question വായിച്ചു. The case. The court will take up the case soon. കോടതി അടുത്ത് തന്നെ ഇതിന്റെ കേസ് എടുക്കും. The case soon will be taken by the court. The case will be taken. അതാണ് വേണ്ടത് ആദ്യം. The case will be taken up. Object കഴിഞ്ഞാൽ will be. The case will be taken up soon by the court.
taken up soon by the court. Okay. അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയതൊക്കെ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കുക. Will anyone help me? Will anyone help me tomorrow? Theo, MO, RR, OW. Question mark. Will anyone help me tomorrow? Question mark. Okay. ചെയ്യാൻ പറ്റും നോക്കി. Yes, shall be. Okay, anyone? Yes. Seema Jaro. Ajimala. Vaishnavi. Soumya Nitish. Yes. Lakshmi Mohan. Sir, Vaishnavi. will anyone help me tomorrow? Tomorrow. Answer ചെയ്തിട്ടുണ്ടോ? And will I be helped by anyone tomorrow? Will I be? I ആയതുകൊണ്ട് shall ഉപയോഗിച്ചാൽ മതി. Shall I be helped tomorrow? Shall I be helped? Okay, Ajimala. Helped tomorrow by anyone. Yes. അടുത്തത് വേറൊരു മോഡൽ. No one, no one or anyone will write,
RITE, right? The board, BOARD, board exam, EXAM, exam. I will tell you once more. No one will write the board exam. No one will write the board exam. Okay anymore, correct. This is a very easy cheer. I will share with you anymore. Okay, Jumila. Yes, that is the cheer. Anushalli, show the question. Sir, no one will write the board exam. X. No one will write the board exam. Are board examination? Board examination. And the answer is no. Yes. Stop the voice. No problem. Will not be written board exam by anyone. Okay. Yeah, right. Okay. Now you are right. Okay. No one will write the board examination. How about the answer? Objective board examination. Board examination. Board examination will be written by nobody. അങ്ങനെ എഴുതാം. അതൊരു മെത്തേഡ്. രണ്ടാമത്തെ വേറെ മെത്തേഡ് ഉണ്ട്. Board examination will not be written by anybody. Will not be ആണെങ്കിൽ ആ nobody എന്നുള്ളത് മാറ്റിയിട്ട് anybody എന്നാക്കി. കാരണം ഒരു സെന്റൻസിന് രണ്ട് നെഗറ്റീവ് വേർഡ് വേണ്ട. അതുകൊണ്ട് nobody എന്നുള്ളത് മാറ്റിയിട്ട് anybody എന്നാണ്. അതോടെ വ്യത്യാസം. അടുത്തത് want. WON''T. What
The car, CAR. Sorry. Won't car letter. Won't anyone repaint, REPAINT, repaint the car. Won't anyone repaint the car? Won't anyone repaint the car? Won't anyone repaint the car? Manju, കിട്ടിയോ?
The car will not be repainted by anyone. ചെറിയൊരു ഇതുണ്ട്. നമ്മുടെ ചോദ്യത്തില് വോണ്ട് ആദ്യം ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിൽ നോട്ടും ആദ്യം തന്നെ വന്നു. യെസ്. അപ്പോ ആ വിൽ നോട്ട് എന്നുള്ളത് നമുക്ക് ചേർത്തെഴുതുമ്പോൾ വോണ്ട് തന്നെയാണ്. വിൽ നോട്ട് എന്നുള്ളത് വോണ്ട് തന്നെയാണ്. അപ്പൊ അതിന്റെ ആൻസർ ഇതാണ്. വോണ്ട് the car be repainted? Won't the car be repainted by anyone? Won't the car be repainted by anyone? ഒരെണ്ണം കൂടെ അതുപോലെ തരാം. No one, no one will teach them, will teach, T-E-A-C-H, teach them tomorrow, T-O-M-O-R-R-O-W. No one will teach them tomorrow. Yes. Yes. പറയട്ടെ. അജ്മല പറയാമോ? യെസ്, ലക്ഷ്മി മോഹൻ. ഓക്കെ, അജ്മല പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അജ്മല. യെസ്, എന്റെ ആൻസർ അപ്പൊ ഇത് വരും. They will not be taught, T-A-U-G-H-T, they will not be taught tomorrow. They will not be taught tomorrow by anyone. Okay. അപ്പൊ അതോടെ നിൽക്കട്ടെ, അത് മതി. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 ടെൻസുകളുടെ സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും സിമ്പിൾ ഫ്യൂച്ചറിന്റെയും പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു, ആ ചോദ്യങ്ങൾ ചോദിച്ചതില് എച്ചില് ആരംഭിക്കുന്ന ഉത്തരം വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ അതിൻ്റെ അകത്ത് കുറച്ച് പേരുടെ ആൻസർ പറഞ്ഞു. അതിൻ്റെ അകത്ത് 1-2 ചോദ്യങ്ങൾ കൂടി ബാലൻസ് ഉണ്ട്. അപ്പൊ ആ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എച്ച് എന്ന് പറയുന്ന ലെറ്ററിൽ ഉത്തരം ആരംഭിക്കണം. എച്ച് എന്ന് പറയുന്ന ലെറ്റർ. യെസ്, ഓക്കെ. ചോദ്യം ഇതാണ്. ടു റിക്കവർ
from an injury or illness. To recover from an injury or illness. ഹെൽത്ത് അല്ല, അതിനൊരു ആ പ്രോസസ്സിനെ പറയുന്ന പേര് എന്താണ് മഞ്ജു? സംഭവം അങ്ങനെയൊക്കെ തന്നെ, പിന്നെ ഒരു പേര് കൂടി ഉണ്ട്. ഹെൽത്ത് എന്നല്ലാതുള്ള ഒരു പേര്. To recover from an injury or illness. To recover from an injury or illness. Hospital. അല്ല, ആ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ചിന്തിച്ചാൽ മതി, കിട്ടും. ടു റിക്കവർ, ആ വാക്ക് ശ്രദ്ധിക്കും. ടു റിക്കവർ. യെസ്, ആരും ഇതുവരെ ഉത്തരം പറയാത്തത് കൊണ്ട് ഞാൻ ക്ലൂ തരാണ്. ഈ ഉത്തരത്തിന്റെ ലാസ്റ്റ് ലെറ്റർ എൽ എന്നാണ്. ഈ പറഞ്ഞു, ഈ ഉത്തരത്തിന്റെ ലാസ്റ്റ് ലെറ്റർ എൽ. എച്ച് തുടങ്ങി എല്ലിൽ അവസാനിക്കുന്നു. യെസ്, അപ്പൊ ഇതുവരെ ഉത്തരം ആരുടെയും വരാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയാം. ആൻസർ ഹീൽ എന്നാണ്, സുഖപ്പെടുക. HEAL, ഹീൽ. ഹെൽത്ത് അല്ല, ഹീൽ. ടു റിക്കവർ, ടു ഹീൽ. യെസ്. അടുത്തത്, the past tense of hold, HOLD, hold. Past tense of hold. മഞ്ജു, അജ്മല. യെസ്, അപ്പൊ മഞ്ജു ഉണ്ട്, അജ്മലയുണ്ട്. യെസ്, കറക്റ്റ് ആൻസർ ആണ്, ഹെൽഡ് ആണ്. യെസ്. അടുത്തത്, എ പ്ലാന്റ്, PLANT, പ്ലാന്റ്, ചെടി. Used for medicine or cooking. Used for medicine or cooking. A plant used for medicine or cooking. സൗമ്യ, കറക്റ്റ് ആൻസർ ആണ്. യെസ്, സൗമ്യ, മഞ്ജു, അജ്മല. സൗമ്യ, മഞ്ജു, അജ്മല. കറക്റ്റ് ആൻസർ ആണ്, ഹെർബ്. HERB, ഹെർബ്. അടുത്തത്, എ ഫീമെയിൽ ലീഡ് ക്യാരക്ടർ. A female lead character. Lakshmi, Ajmala, Manju. Lakshmi, Ajmala and Manju. Correct answer. The lead character is always called, female character is called heroine. Another, a state, STAT, state. A state of being free from illness. A state of being free from illness. A state of being free from illness.
a state of being free from illness. രോഗമില്ലാതിരിക്കുന്ന ആ അവസ്ഥ അതിനെ പറയുന്ന പേര്. ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തായാലും മഞ്ജു നമ്മൾ പരിഗണിച്ചു. മഞ്ജു, ലക്ഷ്മി, യെസ് ഹെൽത്തി ആണ് കേട്ടാ, ഹെൽത്ത് അല്ല ഹെൽത്തി. നെക്സ്റ്റ്, എ കോമൺ ഗ്രീറ്റിംഗ്. എ കോമൺ ഗ്രീറ്റിംഗ്. ലക്ഷ്മി, അജ്മല, മഞ്ജു. ലക്ഷ്മി, അജ്മല, മഞ്ജു. ഹലോ പറയാം, ഹായ് പറയാം, കറക്റ്റാണ്. അടുത്തത് ടു പോസ്. PAUSE പോസ്. പോസ് സ്റ്റോപ്പ് എന്നർത്ഥം. ടു പോസ് ബിഫോർ ടേക്കിംഗ് എ ഡിസിഷൻ. To pause before taking a decision. To pause before taking a decision. തീരുമാനമെടുക്കുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയില്ല, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന അവസ്ഥ. യെസ്, ഉത്തരമാരണം വരാത്തതുകൊണ്ട് ഞാൻ പറയാം. ആൻസർ ഈസ് ഹെസിറ്റേറ്റ്. മടിക്കുക എന്നുള്ളതാണ്, മടിക്കുക. യെസ്, ഹെസിറ്റേറ്റ്. അപ്പോ H എന്നുള്ളത് വിട്ടേക്ക്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ P ആണ്. പോലീസ്, P. ചോദ്യം ഇതാണ്, ഓപ്പോസിറ്റ് ഓഫ് ഇംപോസിബിൾ. ഓപ്പോസിറ്റ് ഓഫ് ഇംപോസിബിൾ. അജ്മല, ലക്ഷ്മി, മഞ്ജു. അജ്മല, ലക്ഷ്മി ആൻഡ് മഞ്ജു. കറക്റ്റ് ആൻസർ ആണ്. ഇമ്പോസിബിളിന്റെ ഓപ്പോസിറ്റ് പോസിബിൾ ആണ്. ഇനി ഞാനൊരു ഡാഷ് ഇട്ട സ്ഥലത്ത് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഹാരി, HARRY, ഹാരി ഡാഷ്. വളരെ പ്രസിദ്ധമായ ഒരു പേരാണ്. ആ പേരിന്റെ ഒരു ഭാഗവും ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. ലക്ഷ്മി, മഞ്ജു, അജ്മല. ലക്ഷ്മി, മഞ്ജു, അജ്മല. ഹാരി പോട്ടർ. കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് pork, PORK, pork is made out of dash. Pork is made out of dash. Lakshmi, Ajumala, Manju. Lakshmi, Ajumala, Manju. Correct answer ആണ്. സൗമ്യം പറഞ്ഞത് കറക്റ്റ് ആണ്. പോർക്ക് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് പിഗ്. പിഗ്. അടുത്തത് എ മാൻ കംസ് ടു ഡെലിവർ പോസ്റ്റ്. എ മാൻ കംസ് ടു ഡെലിവർ പോസ്റ്റ്. POST. ലക്ഷ്മി, അജ്മല. യെസ്, Ajmala, Soumya. Lakshmi, Ajmala and Soumya. Correct answer ആണ്. The answer is postman. The answer is postman. അടുത്തത് a person who flies planes.
A person who flies planes. PLANES. Manju Lakshmi. Yes. Ajumala. Correct answer ആണ്. Correct answer ആണ്. അടുത്തത്. A spray for your body. A spray for your body. Manju. Lakshmi. Ajumala. Manju. Lakshmi. Ajumala. Correct answer ആണ്. That is answer is called perfume. Perfume ആണ്. അടുത്തത്. A mythical. MYTHICIL. Mythical bird. A mythical bird. Lakshmi. Ajumala. Okay. Lakshmi and Ajumala. Correct answer ആണ്. The answer is called phoenix. Phoenix പക്ഷി. ചാരത്തിൽ നിന്ന് ചിറകടിച്ചുണരുന്നു എന്നുള്ളതാണ് ഫീനിക്സ് പക്ഷിയെ കുറിച്ച് പറയുന്ന പേര്. അടുത്തത്. Fill in the blanks ആണ്. അത് പൂരിപ്പിക്കാം. Jaipur is also known as dash city. Jaipur is also known as dash city. Ajumala. Lakshmi. Yes, രണ്ടു പേരുണ്ട്. Ajumala and Lakshmi. Manju. Ajumala, Lakshmi and Manju. Correct answer ആണ്. Jaipur is also known as the pink city. Yes. അടുത്തത്. Opposite of temporary. Opposite of temporary. Lakshmi. Ajumala. Manju. Lakshmi, Ajumala and Manju. Correct answer ആണ്. Opposite of temporary. That is called permanent. അടുത്തത്. A soft, SOFT, soft rectangular cushion. A soft rectangular cushion. അതല്ല മഞ്ജു, വേറൊരു സംഗതിയാണ്. കുഷ്യനായിട്ടെന്ന് വിചാരിച്ചു. CUSHION, cushion. A soft rectangular cushion. Ajumala, Lakshmi. Manju. Ajumala, Lakshmi, Manju. Correct answer ആണ്. The answer is pillow. നിങ്ങൾ ഉത്തരം പറയാനായിട്ട് വൈകുകയാണെങ്കിൽ ഇതില്ലാതെ ആളുകൾ ഉറങ്ങാറില്ല എന്ന് പറയാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. യെസ്, അപ്പോൾ നിങ്ങളെ പറഞ്ഞു. അടുത്തത്. To take something from the floor. FLOOR, floor. To take something from the floor. അതിന്റെ
പേര് പറഞ്ഞത് ആ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേര്. പ്രോസസ് ഇതാണ്, ടു ടേക്ക് സംതിങ് ഫ്രം ദി ഫ്ലോർ. അജ്മല മഞ്ജു, അജ്മല മഞ്ജു. കറക്റ്റ് ആൻസർ ആണ്, കൃത്യമായിട്ടുള്ള ആൻസർ ആണ്. യെസ്. അടുത്ത ചോദ്യം ഇതാണ്, another word for possibility. Another word for possibility. Another word for possibility. പ്രോസ്പെക്ട് അല്ല, പോസിബിലിറ്റി. പോസിബിലിറ്റി അജ്മല പിന്നെ നമുക്ക് പരിഗണിക്കാം. അതല്ല ഞാൻ ഉദ്ദേശിച്ച വേർഡ്. എന്നിട്ട് അജ്മല പരിഗണിക്കാം. വേറെ വാക്കുകൾ പറഞ്ഞാണ് ഞാൻ ഉദ്ദേശിച്ചത്. അജ്മല ലക്ഷ്മി, യെസ്. അപ്പൊ അജ്മലിനെ ലക്ഷ്മിനെ ഞാൻ പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, ഞാൻ ഉദ്ദേശിച്ച വേർഡ് യെസ് അതല്ല, ഒരു പക്ഷേ എന്നർത്ഥം വരുന്ന വേർഡില്ലേ, പോസിബിലിറ്റി, ഒരു സാധ്യത, ഒരു പക്ഷേ. ഒരു പക്ഷേ എന്നർത്ഥം വരുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ്. ഒരു പക്ഷേ പിയിൽ തുടങ്ങുന്ന ഒരു പക്ഷേ എന്നർത്ഥം വരുന്നൊരു വേർഡ്. യെസ്, ആ വേർഡാണ് പെർഹാപ്സ്. പെർഹാപ്സ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. സൗമ്യ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഞാൻ എല്ലാവരും കൂട്ടിയിട്ടോ കേട്ടോ. യെസ്. ലക്ഷ്മി, ലക്ഷ്മിക്ക് 14 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ലക്ഷ്മിയുടെ ഒപ്പം തന്നെ പിടിച്ചിരിക്കുകയാണ് മഞ്ജു. മഞ്ജുവിനും 14 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ലക്ഷ്മി ആൻഡ് മഞ്ജു ഈക്വൽ ആൻഡ് ഈക്വൽ. അജ്മലയാണ് ടോപ്പ് സ്കോറർ. അജ്മലയ്ക്ക് 16 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും, നമുക്ക് ആകെ ഇവിടെ 4 പേരുണ്ടായുള്ളൂ. 4 പേർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. We will meet in the next class. Okay. Thank you, sir. Okay, welcome. Okay, Soumya. Yes.